ഈ മുഖം കാണാൻ ആരെങ്കിലും പൈസ കൊടുത്ത് ടിക്കറ്റ് എടുക്കുമോ? 32 വർഷങ്ങൾക്ക് മുൻപ് തിയേറ്ററുകൾ ഉയർന്ന പരിഹാസ വാക്കുകളാണിത്. അന്ന് ഒരു 18 വയസ്സുകാരന്റെ ഹൃദയം ഈ വാക്കുകളാൽ തകർന്നു. അവൻ തോറ്റോടാൻ തയ്യാറാകാതെ പിടിച്ചു നിന്നു. உங்க ஏரியாவா? இந்த ஏரியா, அந்த ஏரியா, அந்த இடம், இந்த இடம் எங்கேயுமே எனக்கு பயம் கிடையாதுடா. സംവിധായകനായ അച്ഛന്റെ തണലിൽ വന്ന സ്റ്റാർ കിഡ് എന്ന ലേബിൽ നിന്നും കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരനായി അവൻ മാറി. പിന്നീട് ചോക്ലേറ്റ് റൊമാൻറ്റിക് ഹീറോയിൽ നിന്നും ഇളയ ദളപതിയായി ജോസഫ് വിജയ് വളർന്നു. 2003 തിരുമലൈ വിജയത്തോടെ തമിഴകം പുതിയൊരു മാസ് താരത്തെ കണ്ടു. പിന്നീട് വന്ന ഗില്ലി ബോക്സ് ഓഫീസിൽ വൻ കൊടുങ്കാറ്റായി. 50 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ തമിഴ് ചിത്രങ്ങളിൽ ഒന്നായി അത് മാറി. അതോടെ വിജയ് വെറുമൊരു നടനല്ല, ഒരു വലിയ ബ്രാൻഡായി മാറി. സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ സിനിമയിലൂടെ സംസാരിച്ചു തുടങ്ങിയതോടെ അത് രാഷ്ട്രീയ വെല്ലുവിളികളായി മാറി. പിന്നീട് വിജയ് ചിത്രം തിയേറ്ററുകളിൽ വിലക്കുകളും വിവാദങ്ങളും സൃഷ്ടിച്ചെങ്കിലും തുപ്പാക്കിയിലൂടെ വിജയ് ദളപതിയായി മാറി. കത്തി, മെർസൽ, ലിയോ, ഗോഡ് തുടങ്ങി വിജയങ്ങളുടെ ഒരു വലിയ അശ്വമേധം തന്നെ ഇന്ത്യ കണ്ടു. 200 കോടി പ്രതിഫലം വാങ്ങുന്ന ഇന്ത്യയുടെ ബോക്സ് ഓഫീസ് ചക്രവർത്തിയായി വിജയ് മാറി. ഹിറ്റുകൾക്കിടയിൽ കൊറോണ പോലും സിനിമാ രംഗത്ത് വില്ലനായപ്പോൾ അന്ന് മാസ്റ്റർ എന്ന സിനിമ വരുത്തിയ തരംഗം ചെറുതായിരുന്നില്ല. എന്നാൽ 2024 ആ പ്രഖ്യാപനമെത്തി. ഞാൻ സിനിമ നിർത്തുന്നു. ഇനി എന്റെ ജീവിതം തമിഴ് ജനതയ്ക്ക് വേണ്ടി. தாமிரபரணி ஆறுல இருந்து ஒரு கோலா கம்பெனி ஒரு நாளைக்கு 9 லட்சம் லிட்டர் தண்ணி எடுக்கிறாங்க. விவசாயி தற்கொலை பண்ணிக்காம என்ன பண்ணுவான்? 2026 തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി വിജയ് അധികാരമേറ്റു. பொண்ணுங்களுக்கு பயம் இருக்க கூடாது சார். വിജയ പുലി മാറി വളർന്നു. ലിയോയിലും ഗോട്ടിലും ഒളിപ്പിച്ചു വെച്ച രാഷ്ട്രീയ സൂചനകൾക്കൊടുവിൽ തന്റെ 69ാം ചിത്രത്തോടെ സിനിമയോട് വിട പറയാൻ ഒരുങ്ങുകയാണ് ജനനായകൻ. തങ്ങളുടെ പ്രിയപ്പെട്ട നായകന്റെ സിനിമകൾ ഇനി ഉണ്ടാകില്ലെന്നത് ആരാധകരുടെ ഹൃദയം തകർക്കുന്നുണ്ടെങ്കിലും രാഷ്ട്രീയ ചതിക്കുരുക്കുകളിൽ പെടാതെ തങ്ങളുടെ നേതാവായി അദ്ദേഹം തുടരട്ടെ എന്ന് അവർ പ്രാർത്ഥിക്കുന്നു. കാരണം വിജയ് എന്നത് വെറുമൊരു പേരല്ല, അതൊരു വികാരമാണ്. ഹാപ്പി ബർത്ത്ഡേ അണ്ണ.